العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ 23-ലാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ ദിവസമാണ്. വെള്ളിയാഴ്ച പരിശുദ്ധ റമദാൻ കൂടിയാകുമ്പോൾ ഈ ദിവസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രത്യേകതകൾ, ഇതുമായി ബന്ധപ്പെട്ട ഹദീത്താണ് ഇന്ന് നമ്മൾ ഓതുന്നത്. ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയാണ്, മൻ ഗസല യൗമൽ ജുമുഅത്തി വഗതസല, വെള്ളിയാഴ്ച ആരെങ്കിലുമൊക്കെ കുളിച്ച് വൃത്തിയായി മേലൊക്കെ കയ്യും കാലൊക്കെ കഴുകി കുളിച്ച് വൃത്തിയായി ജുമുഅക്ക് വേണ്ടി ഒരുങ്ങിയാൽ, വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്, ജുമുഅക്ക് വേണ്ടിയുള്ള കുളി സുന്നത്താണ്. ആ കുളിയിൽ ജുമുഅക്ക് സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാൽ അതിൻ്റെ പ്രതിഫലവും കിട്ടും. അങ്ങനെ ബക്കറ വബുത്തകറ, നേരത്തെ ജുമുഅക്ക് വന്നു, വൈകാതെ സലാം ഇവിടെ ഖുത്ബ തീരാൻ കാത്തുക്കല്ല, ജുമുഅക്ക് നേരത്തെ തന്നെ പള്ളിക്ക് വന്നാൽ, അപ്പോൾ മഷ നടന്നു വന്നു, വാഹനത്തിൽ കയറി വരാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും നടന്നു വന്നു, വലം ഇറക്കുമ്പോൾ വണ്ടിയിലൊന്നും കയറിയില്ല, വണ്ടി എടുക്കാതെ നടന്നു വന്നു. എന്നിട്ട് വദനാമിനൽ ഇമാമി, ഒന്നാം സഫറുണ്ട് അല്ലെങ്കിൽ രണ്ടാം സഫറുണ്ട് പോയിരുന്നു, ഇമാമിൻ്റെ ഖത്തീബിൻ്റെ ഇമാമിനോട് അടുത്തുന്നു. ഒരാൾ വിട്ടുപോയിട്ട് ഇങ്ങനെ ചുമരിനോടൊക്കെ ചാരി ഇങ്ങനെ ബാർബർ ഷോപ്പ് ഇരിക്കണം മതി, ഇങ്ങനെ സുഖത്തിരിക്കാതെ മുമ്പിലൂടെ ഇരുന്നു. ഇമാമിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. മസ്തമ, എന്നിട്ട് ഖുത്ബൊക്കെ കേട്ടു. വലം എങ്കിൽ വലം മിൽഗ, വേറെ അനാവശ്യ സംസാരം, മൊബൈൽ തോണ്ടിക്കളി ഒന്നുമില്ല. ജുമുഅക്ക് നേരത്തെ വരെ പിന്നെ മൊബൈൽ അങ്ങനെ തോണ്ടിക്കളിക്കുക, അത് ശരിയല്ല. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ അതിനെ പറ്റിയല്ലേ പറയണത്. അവരും പള്ളിക്ക് വന്നിട്ട് AC ഇട്ടിട്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കുക എന്ന് പറയുന്നത് പള്ളിയോട് ചെയ്യുന്ന അദബുകേടാണ്. അതാണ് അബിതങ്ങൾ പറഞ്ഞത്. ജുമുഅക്ക് നേരത്തെ വന്ന് മുമ്പിലാണ് വന്നിരുന്ന് വലം മിൽഗ, അനർത്ഥങ്ങളും അനാവശ്യങ്ങളൊന്നും ചെയ്യണില്ല. അങ്ങനെ ജുമുഅക്ക് നേരത്തെ വന്ന് ബാക്ക് പോയി ഇരിക്കാതെ ഏകദേശം ഇമാമിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് ജുമുഅക്ക് കേട്ടാൽ, കാരണം ഹുബി കുല്ലി ഖുതുബത്തിൻ അമല സനത അജ്രി സിയാമിഹാ വഖിയാമിഹാ, ഓൻ ആ പള്ളിക്ക് വന്ന് ഓരോ കാൽ വെപ്പുകളും ഓരോ കാലെടുത്ത് വെക്കലിനും അല്ലാഹു തആല അവർക്ക് ഉണ്ടാവും. കാരണം ഹുബി കുല്ലി ഖുതുബത്തിൻ അമല സനതി അജ്രി സിയാമിഹാ വഖിയാമിഹാ, ഒരു കൊല്ലത്തെ സുന്നത്ത് നോമ്പെടുത്ത കൂലി, ഒരു കൊല്ലത്തെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച കൂലി. എത്ര വലിയ ഓഫർ അല്ലാഹു തആല കൊടുക്കുന്നത്. റമദാൻ ആകുമ്പോൾ പറയുമാണ്ടത് റമദാൻ അല്ലാത്തപ്പോഴാണ്. റമദാൻ ആകുമ്പോൾ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൂടുതലേ. അപ്പോൾ ജുമുഅക്ക് നേരത്തെ വരിക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലവും ഒരു വർഷത്തെ രാത്രി നിസ്കാരത്തിൻ്റെ പ്രതിഫലവും കിട്ടുന്ന അത്രയും വലിയ ഓഫറാണ്. ഇത് മനസ്സിലാക്കാതെ വെറുതെ ജുമുഅക്ക് നമ്മൾ വൈകിപ്പിക്കുകയാണ്. ലാസ്റ്റ് സമയത്ത് വരിക, അല്ലെങ്കിൽ നേരത്തെ കസേരയൊക്കെ എടുത്തിട്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരുന്നിട്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോയി ലാസ്റ്റ് വരിക, അത് ശരിയല്ല. അപ്പോൾ ജുമുഅക്ക് നേരത്തെ പോകുന്ന ആൾക്കാർക്ക് ഓരോ കാൽ വെപ്പുകളും അല്ലാഹു തആല ഒരു വർഷത്തെ ഇബാദത്തായി അവർക്ക് രേഖപ്പെടുത്തപ്പെടും. ആർക്കാ ഒരു കൊല്ലക്ക് നോമ്പെടുക്കാൻ കഴിയുക? പക്ഷെ ഒരു കൊല്ലം സുന്നത്ത് നോമ്പെടുത്താൽ ഒരു പുണ്യം കിട്ടും. എന്നും അന്തിക്ക് ഉറങ്ങാതെ നീച്ച് നിസ്കരിച്ചാൻ കഴിയും. പക്ഷേ ഈ ഒരു അമല് കൊണ്ട് ഒരു രാത്രി എന്നല്ല, ഒരു വർഷം മുഴുവനും രാത്രി നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു തആല അവർക്ക് രേഖപ്പെടുത്തി കൊടുക്കും. വേണ്ടെന്ന് വെച്ചാൽ ജുമുഅക്ക് നേരത്തെ വരിക, എന്നിട്ട് അതിനോട് താല്പര്യമില്ലാത്ത മതി ബാക്കിലെവിടെങ്കിലും പോയിരിക്കുക, മുകളിൽ പോയിരിക്കുക ഒന്നുമല്ല. ഒന്നാം സഫിലോ രണ്ടാം സഫിലോ ഇമാമിൻ്റെ അടുത്ത് വരിക. അത് പ്രത്യേക നബി തങ്ങൾ പറഞ്ഞു, എന്ത് വദനാമിനൽ ഇമാമി, ഇമാമിൻ്റെ അടുത്ത് വന്നിന്ന്. വന്നപ്പോഴേക്ക് ഇമാമിൻ്റെ അടുത്തൊക്കെ ഫില്ലാണെങ്കിൽ വേഗം അടുത്തേക്കുക. ഒന്നാം സഫ് രണ്ടാം സഫൊക്കെ ഫില്ലായിട്ടുണ്ട്, അതിനപ്പുറത്തേക്കുക. മുമ്പിലൊക്കെ സ്ഥലം ഉണ്ടായിരിക്കഴിഞ്ഞ് മുമ്പിലിരിക്കാതെ സൗകര്യത്തിന് വേണ്ടി ബാക്ക് പോയിരിക്കുക, അള്ളാഹുവിന് ഇഷ്ടമല്ല. നബി തങ്ങൾ പറഞ്ഞു, ചില ആൾക്കാർ ഇത്തരം സദസ്സിലൊക്കെ ബാക്ക് പോയിരിക്കും, അത് അള്ളാഹ് അവരെ ബാക്കിലാക്കും. കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഒരു ബാക്ക് പോയില്ലേ, അതുകൊണ്ട് അള്ളാഹ് അവരെ കാര്യമൊക്കെ ബാക്കിലാക്കും. മുമ്പിൽ തന്നെ വന്നാൽ അവ ഇലല്ലാഹി ഫവാഹുല്ലാ, മുമ്പിൽ ചെന്നിരുന്നാൽ അള്ളാഹിനെ പരിഗണിക്കലാണ്, അള്ളാഹ് അവരും പരിഗണിക്കും. ബാക്കിൽ പോയിരുന്നു എന്നാൽ അള്ളാഹു തആല അവരെന്തൊക്കെ ഉള്ളു, അങ്ങനെ ബാക്കായിട്ടേ കാണുള്ളൂ. അപ്പോൾ ജുമുഅൻ്റെ ദിവസമാണ് ഇന്ന്, പരിശുദ്ധ റമദാനുമാണ്. ജുമുഅക്കൊക്കെ വേണ്ടി നേരത്തെ വരാൻ നോക്കുക, വലിയ ഫദ്ലും വലിയ മഹത്വമാണെന്ന് അർത്ഥം. ഈ നോക്കൂ നിങ്ങൾ, ഹബീബായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ്. എന്ത്
മനി ഇഗ്തസറ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ആരെങ്കിലും കുളിച്ചാൽ എന്നിട്ടോ സുമ്മറാഹ പള്ളിക്ക് പോയി, എന്നാ ഫകഅന്നമാ ഖറബ ബദനതൻ, നേരത്തെ പള്ളിയിൽ കയറി ഒരു ഒട്ടകത്തെ ദാനം ചെയ്ത് ഉൽഹിയ്യത്തെടുത്ത് പാവങ്ങൾക്ക് അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്ത് കൂലിട്ടും നേരത്തെ പള്ളിയിൽ പോയാൽ. നമ്മൾ ഓരോ മണിക്കൂർ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ 12:45 ബാങ്ക് എന്നുണ്ടെങ്കിൽ 12 മണിക്ക് വരിക, 11 മണിക്ക് വരിക, 10 മണിക്ക് വരിക, 9 മണിക്ക് വരിക. പഴയ കാലത്തൊക്കെ സുബൈന് മുമ്പ് തന്നെ പള്ളിക്ക് പോകും. ചൂട്ടും കത്തിച്ച് പോയിന് കാലുണ്ട്. നേരത്തെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പള്ളിക്ക് ഇങ്ങനെ വരും. എൻ്റെ കാരണന്മാരുടെ പള്ളി നേരത്തെ വന്നിരുന്ന ഒരു ഐശ്വര്യമായിരുന്നു, കാണാനൊരു ഭംഗിയായിരുന്നു. അൽക്കാഫൊക്കെ 2-3 വട്ടമൊക്കെ ഓതി, 3 വട്ടമാണ് സുന്നത്ത്, പിന്നെ സുലാത്തൊക്കെ ഓതി, അങ്ങനെ കുറേ നേരത്തെ വരും. ജുമാക്ക് നേരത്തെ വരുന്ന ആള് ഒരു ഒട്ടകത്തെ അറുത്തു കൊടുത്ത പ്രതിഫലം കിട്ടും. ഒരു 9 മണിക്ക് തന്നെ തോന്നും, അല്ലെങ്കിൽ ഒരു 9-9:30 പള്ളിക്ക് എത്തി. ഉദാഹരണം പറയാൻ, ആ ആദ്യ സമയത്തിന് ജുമാക്ക് എത്തിയാൽ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത കൂലിയാണ്. ഇനി വമൻ റാഫി സാഅത്തി താനിയ, 10 മണിക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം വൈകിട്ടാണ് വരുന്നത്. എന്നാൽ കുറച്ചും കൂടി സമയം വൈകി വന്നാൽ ഫകഅന്നമാ ഖറബ ബഖറതൻ, ഒരാട്, ഒരു പശുവിനെ, ഒരു പോത്തിനെ, ഒരു മാടിനെ, ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത് ഉൽഹിയ്യത്ത് അറുത്തെടുത്ത പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. പിന്നെയും കുറച്ച് വൈകിയാൽ ഇങ്ങനെ കൂലി കുറഞ്ഞു തരാൻ. വമൻ റാഫി സാഅത്തി സാലിസ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, പക്ഷെ ഓർമ്മപ്പെടുത്തുക. ആരെങ്കിലും 3-ാം ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫകഅന്നമാ ഖറബ ഖബ്ശൻ അകറന, ഒരു ആടിന് അർത്ഥ കൂലിയെ കിട്ടുള്ളൂ. ഒരാടിന് അർത്ഥ കൊടുത്താൽ, പശുവിന് ഒരു ആടിനെ 10-20 ഉറുപ്പിക ചിലപ്പോൾ ആടിനെ കിട്ടും. നല്ലൊരു പോത്തിനെ കിട്ടണമെങ്കിൽ, ഒരു പശുവിനെ കിട്ടണമെങ്കിൽ 10, 60, 70, 80 ഉറുപ്പിക എടുക്കേണ്ടി വരും. അപ്പം 3-ാം സമയത്താണ് വരണമെങ്കിൽ ഒരു ആടിന് അർത്ഥ കൂലിയെ കിട്ടുള്ളൂ. ഒമൻ റാഫി സാഅത്തി റാബിയ, 4-ാമത്തെ സമയത്താണ് വരുന്നതെങ്കിൽ ഫകഅന്നമാ ഖറബ ദജാജൻ, ഒരു കോയിന് അർത്ഥ കൊടുത്ത കൂലിയെ കിട്ടുള്ളൂ. അത്രയും കൂലി കുറഞ്ഞു. പിന്നെയും ബാങ്ക് കൊടുക്കാൻ നേരത്തെ ഒരുത്തങ്ങനെ മണ്ടിപ്പാഞ്ഞ് വരുന്നത്. ഒമൻ റാഫി സാഅത്തിൽ ഖാമിസ, 5-ാം ടൈമിലാണ് വരുന്നതെങ്കിൽ ഫകഅന്നമാ ഖറബ ബൈദത്തൻ, ഒരു കോയിമുട്ട കൊടുത്ത കൂലി കിട്ടുള്ളൂ. ഇത് ബുഖാരിന്റെ ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസാണ്. നിബിധങ്ങൾ പറയാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, 12:43 എത്രക്കാണോ ബാങ്ക്, ആ ബാങ്കിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 5 ടൈമായിട്ട് നമ്മൾ കണക്കാക്കുക. 5 ടൈമായിട്ട് ഫസ്റ്റ് ടൈമിൽ വന്നാൽ ഒട്ടകത്തറുത്തുകൊടുത്ത കൂലി, പിന്നെ കുറച്ച് വൈകി കഴിഞ്ഞാൽ ഒരു പശുവിന് അറുത്തുകൊടുത്ത കൂലി, പിന്നെ കുറച്ച് വൈകി കഴിഞ്ഞാൽ ഒരു ആടറുത്തുകൊടുത്ത കൂലി, പിന്നെ വൈകി കഴിഞ്ഞാൽ ഒരു കോഴി അറുത്തുകൊടുത്ത കൂലി, പിന്നെ വൈകിയാൽ കോയിമുട്ട കൊടുത്ത കൂലി കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പറയാണ്, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരുത്തങ്ങനെ വരിക ഖുത്ബ ഓതാൻ നേരത്ത്. ഫൈദാ ഖറജൽ ഇമാമു, പിന്നെ ഇമാമ ഖുത്ബക്കാണ് വന്നാൽ പിന്നെ കാര്യം ലഹദറത്തിൽ മലായികത്തു യസ്തമൂന ദിക്റ, നന്മകളൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ട് മലക്കാലൊക്കെ എന്ത് ചെയ്യും, അവരെല്ലാം ഖുത്ബ കേൾക്കാൻ വേണ്ടി പള്ളി വന്നിരിക്കും. അവർ പിന്നെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടാവില്ല. അതുവരെ പള്ളിക്ക് വരുന്നവരിങ്ങനെ മാർക്ക് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. 1-ാമത് വന്നാൾ, 2-ാമത് വന്നാൾ, 3-ാമത് വന്നാൾ, അവർക്ക് ഇങ്ങനെ ഇരിക്കൊണ്ടേയിരിക്കും. സ്വഹീഹ് ഹദീസാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ നന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ തഖീഫുൽ മലായികത്തു അലാ അബ്വാബിൽ മസാജിദി, പള്ളിന്റെ ഓരോ വാതുക്കലും മലക്കളും യക്തുബൂനൽ അവ്വല ഫൽ അവ്വല, ആദ്യം വന്നാൾ, പോക്കര്, മുഹമ്മദ്, സുലൈമാൻ, കബീർ, മജീദ്, ബഷീർ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അല്ല അവ്വല ഫൽ അവ്വല. 1000 ആൾക്കാർ ജുമാക്ക് ഉണ്ടെങ്കിൽ, ഉദാഹരണം 1-ാമത് വന്നാൾ പേരവിടെ 1-ാമത് മുകളിൽ എഴുതും, പിന്നെ 2, അങ്ങനെ ഓരോരുത്തർക്ക് ഉള്ള പേരും 1-ാം സ്ഥാനം 2-ാം സ്ഥാനം ഇങ്ങനെ വരുന്നതനുസരിച്ച് ഇങ്ങനെ എഴുതും. അങ്ങനെ ഫൈദാ ഖറജൽ ഇമാമിന് മിമ്പരി, ഇമാം ഖുത്ബ മിമ്പർ മക്കാനെ കയറിയാൽ പിന്നെ തൊബുസുഹുഫഹും, മലക്കുകൾ അവരെ ഏടും ആ ബുക്കും രജിസ്റ്ററൊക്കെ തട്ടിക്കൂട്ടി മടക്കി വെച്ചിട്ട് പോവും. എന്നിട്ട് ഫജല സുയസ്തമിഉന ദിക്റ, ആ ഖുത്ബ കേൾക്കാൻ അവിടെ ഇരിക്കും. പിന്നെ വന്നവർക്ക് ഒരു കാര്യമില്ല, പിന്നെ വന്നവർക്ക് ആ ജുമാന്റെ ഒരു പവിത്രത അവർക്ക് കിട്ടുകയും ഇല്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇന്ന് ഓർമ്മപ്പെടുത്താൻ കാരണം റമളാൻ കൂടിയാണ്, റമളാൻ അവസാനത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ്. പൊതുവെ ജുമാക്ക് നേരത്തെ വരിക എന്ന് പറയുന്നത് വലിയ ഫദീലത്താണ്. എന്തൊക്കെ തിരക്ക് ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി വെച്ച് നേരത്തെ വന്നാൽ, ഞാൻ പറഞ്ഞേ, ഒട്ടകത്തറുത്തുകൊടുത്ത കൂലി. ഇത് ഹദീസാണ്, പുരാണങ്ങളല്ല, ഏതെങ്കിലും കഥപുസ്തകത്തിലല്ല. സ്വാദിഖുൽ മസ്തൂക്കായ മുത്ത് നബിതങ്ങൾ നബൂവത്തിന്റെ വാക്കുകൊണ്ട് വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പറയാം. അപ്പിനി ഓരോരുത്തർ ചിന്തിക്കുക, ജുമാക്ക് വരുന്ന ഓരോരുത്തരും ഈ ക്ലാസ് കേൾക്കുന്നപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ കോയിമുട്ട കൊടുത്ത കൂലിയാണോ, ഒരു കോഴിക്കുട്ടിനെ കൊടുത്ത കൂലിയാണോ, ആടിനെ കൊടുത്ത കൂലിയാണോ, പശുവിനെ കൊടുത്ത കൂലിയാണോ, അല്ലെങ്കിൽ ഒട്ടകത്തറുത്ത് കൊടുത്ത കൂലിയാണോ? ഏറ്റവും നല്ല കൂലിട്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം. ഇങ്ങനെ ടൈം വൈകും തോറും അതിൻ്റെ പ്രതിഫലങ്ങളും പുണ്യങ്ങളും കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ നന്മകൾ അധികരിപ്പിക്കേണ്ട സമയമാണ് പരിശുദ്ധ റമളാൻ. വരുന്നും കൂടിയേ ഉള്ളൂ. ചിലപ്പം മാസം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാവും, അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാകാം സാധ്യതയുണ്ട്. ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച കൂടി കിട്ടും. എന്താണെങ്കിലും വളരെ കിട്ടുന്ന അസുലഭ മുഹൂർത്തമാണ് വെള്ളിയാഴ്ചകൾ. ജുമാക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. ജുമാക്ക് വേണ്ടി ഒരുങ്ങണം. ജുമാക്ക് വേണ്ടി കുളി സുന്നത്താണ്, അൽക്കഫ് സുന്നത്താണ്. അൽക്കഫ് പൂർണ്ണമായി ഓതാൻ കഴിയില്ല, 3 വട്ടം ഓതാൻ കഴിയുന്ന 1 വട്ടം ഓതുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്താണ്. നബിതങ്ങളും മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇബ്രാഹിമിയ സ്വലാത്തും മറ്റു സ്വലാത്തുകളൊക്കെ. അപ്പോൾ ജുമാക്ക് നേരത്തെ വരാൻ റമളാൻ അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പഴയ കാര്യങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ. എത്ര നേരത്തെ ജുമാക്ക് വരാറുണ്ടായിരുന്നു. അന്ന് വേറെ എല്ലാ പണി ഒഴിവാക്കിക്കുമല്ലോ. അന്ന് വേറെ ചുറ്റുപാടുകളൊക്കെ നീക്കി വെച്ച് ജുമാക്ക് വേണ്ടി വരാൻ വേണ്ടി തയ്യാറായി. അത്രയും പുണ്യമാണ്. ഈ ജുമാൻ്റെ പെരുന്നാളും ജുമ്മ ഒരു ദിവസം വന്നാൽ പിന്നെ ജുമാക്ക് വരണ്ട എന്ന ഒരു വാദം അപ്പോൾ ആരും യൂട്യൂബിൽ ആർക്കൊന്നും കയറി പറയാലോ. വെള്ളിയാഴ്ചയും പെരുന്നാൾ ഒരു ദിവസം വന്നാൽ എന്നാൽ പിന്നെ പെരുന്നാൾ കുറിച്ച് പോയാൽ മതി, ജുമാക്ക് വരണ്ട എന്നൊരു വിചിത്രമായ വാദം. അത് നബിതങ്ങൾ മദീനത്തുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് മദീനയുടെ ഉൾഭാഗത്ത് താമസിക്കുന്ന, വളരെ ഉള്ളേരിയകളിൽ താമസിക്കുന്ന, പെട്ടെന്ന് മദീനത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്ന, ബാങ്ക് കേൾക്കാത്ത ഉൾപ്രദേശത്തുള്ള ആൾക്കാർക്ക് കൊടുത്തൊരു ഇളവാണ്. ഉസ്മാൻ തങ്ങളുമായി ഇളവ് കൊടുത്തു. ഉസ്മാൻ തങ്ങൾ പറയും ചെയ്തു കുറേ ദൂരത്തുനിന്ന്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഫറൂഖ് പേട്ട പള്ളി ഇവിടുന്ന് കുറേ കിലോമീറ്ററുകളും ദൂരമല്ല ഏതെങ്കിലും സ്ഥലത്തുനിന്ന് കുറച്ച് ആൾക്കാർ ബാങ്ക് കൊണ്ട് കേൾക്കൂല. അവിടെ നിന്നിട്ട് വരാനും പ്രയാസമാണ്. ഒരു പെരുന്നാളല്ല വെച്ചിട്ട് വണ്ടി പോകാൻ ഇടങ്ങാറായിട്ട് പള്ളിക്ക് എത്തി. ഇനി പെരുന്നാൾ കഴിഞ്ഞ് പോയാൽ അവർക്ക് ജുമാക്കായിട്ട് വരാൻ പ്രയാസമാണ്. കാരണം ബാങ്ക് കേൾക്കൂല. ജുമാ നിർബന്ധമില്ലാത്ത ടീമാണ്. അവർക്ക് നബിതങ്ങൾ കൊടുത്ത ഇളവാണ് ഞങ്ങൾ ഇനി ജുമാക്ക് വരാൻ. അതൊരു ഇളവ് അവർക്ക് കൊടുത്തതാണ്. ആ ഹദീസ് എടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് പറ്റും, ജുമാക്ക് തന്നെ വരേണ്ട ആവശ്യമില്ല എന്നത് നോർമലൈസ് ചെയ്ത് എന്ത് ചെയ്യരുത്, ഇത് സാമാന്യവൽക്കരിച്ച് പറയരുത്. അതൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മെസ്സേജുകൾ അത് തെറ്റിദ്ധരിച്ചു പോകും. നിങ്ങൾ ഒട്ടകത്തിൻ്റെ മൂത്രം കുടിച്ചുകൊണ്ടി അതൊക്കെ ഷിഫയാണെന്ന് ഹദീസിലുണ്ട്, ബുഖാരിൻ്റെ ഹദീസാണ്. അത്ര ഹദീസൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വിധി പറയാൻ പറ്റുമോ? ഹദീസുകൾ ഏതടിസ്ഥാനത്തിൽ എപ്പോൾ പറഞ്ഞതാണ്, എന്തിനെ പറ്റി പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്, എങ്ങനെ പറഞ്ഞതാണ്, ഇതൊന്നും അറിയാതെ ഹദീസ് നേരിട്ട് നിയമങ്ങളും വിധികളും കണ്ടെത്തി നമ്മളെ യൂട്യൂബിൽ പ്രസംഗിക്കുക, അവനാൻ്റെ ചാനലിൽ പറയാം. അതാണ് ഏറ്റവും വലിയ ഫിത്ന. ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ കണ്ട ഇമാമിയങ്ങൾ ആ ഹദീസിൽ നിന്ന് മതനിയമങ്ങളും മതവിധികളും കൃത്യമായി ബോധ്യപ്പെടുത്തി എഴുതി വെച്ച ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഹദീസ് നേരിട്ട് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരുപാട് കഴിച്ചു. അതാണെന്ന് പല നിലക്കും മതത്തിന്റെ ഉള്ളിലെ യുക്തിവാദികൾ വർദ്ധിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കണം. അപ്പൊ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജുമാക്ക് വരണ്ട എന്ന ആ ഒരു വലിയ അപകട ഭാഗത്തിൽ നമ്മൾ എത്തിപ്പെടരുത്. അങ്ങനെ ചെയ്യരുത്. വേറെ പല അഭിപ്രായങ്ങൾ ലോകത്തുണ്ടാവില്ലേ. ഇപ്പം പട്ടിൻ്റെയും നായിൻ്റെയൊക്കെ ഇറച്ചി തിന്നാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മാലിക്കും അതുപോലെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പന്നി അറാൻ തന്നെയാണ് വേറെ വിഷയം. പക്ഷെ അത് യൂട്യൂബിൽ ഞാൻ പറയാം. അതുകൊണ്ട് നായി തിന്നാൻ പറ്റും, പട്ടി തിന്നാൻ പറ്റും. എൻ്റെ ഇമാമിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് സാമാന്യവൽക്കരിച്ച് പറയാൻ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ നമ്മൾ യൂട്യൂബും ഈ ക്ലിപ്പുകളും വീഡിയോസും കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്, എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ നോർമലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ച് പറയരുത്. നമുക്ക് നമ്മുടെ പാരമ്പര്യമുണ്ട്, നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു മെത്തഡോളജി ഉണ്ട്. ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ജുമ ഒഴിവാക്കുന്ന ചാൻസ് ഇട്ടോ നോക്കി നടക്കുകയാണ് ഇങ്ങനെയെങ്കിലൊക്കെ. പിന്നെ പെരുന്നാൾക്ക് 8 മണിക്ക് 9 മണിക്ക് ഈദ്ഗാഹിലോ പള്ളിയിൽ നിൽക്കരിച്ചവർ ജുമാനെ വേണ്ടാർ എന്തായിരിക്കും അവസ്ഥ. അപ്പം അത് പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജുമ വളരെ പ്രധാനപ്പെട്ടതാണ്, ഫറളാണ്. പെരുന്നാൾ സുന്നത്ത് മുഅക്കദാണ്, സുന്നത്തേ ഉള്ളൂ. ജുമ ഒഴിവാക്കരുത്. ജുമാക്ക് നേരത്തെ പള്ളിക്ക് വരെ എത്ര ഇതിനെ പറഞ്ഞു. മസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അല്ലാഹു തആല ആൽ ഇംറാനിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഉള്ളരി വരണം, ജുമാക്ക് വേണ്ടി അല്ലാഹു വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്, പരിശുദ്ധ റമളാനാണ്, ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയാകും. അപ്പോൾ നന്മകളിലേക്കൊക്കെ നമ്മൾ ചേക്കേറാം. ഇതൊക്കെ ഇനി ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമളാനാണെങ്കിലോ എന്ന് ചിന്തിക്കാം. ആയിരിക്കാലോ. ഇന്ന് 2-3 ആൾക്കാർ കാറ് മറയിൽ അപകടം മരണപ്പെട്ടു, 2 ആൾ വയനാട് മരണപ്പെട്ടു. ഒക്കെ മുസ്ലിമീങ്ങളെ ആൾക്കാരാണ്. അതൊന്നും നമ്മൾ ഇതൊന്നും ഒരുക്കുന്നു കരുതിയിട്ടല്ലല്ലോ വണ്ടിക്കാണ് കയറണത്. നമ്മളെപ്പോലെ തന്നെ നമ്മളൊക്കെ വണ്ടി കയറുന്ന മാതിരി തന്നെ കയറണം. ഒരിക്കലൊന്നും മരിക്കുന്നവർ നനച്ചിട്ട് പോലുമില്ല. മനുഷ്യനെത്ര നിസ്സാരണം. ഒന്നും ഇറങ്ങിപ്പോയാൽ മതി, ഒന്ന് കണ്ണ് മാടിയാൽ മതി, നിയന്ത്രണം നഷ്ടപ്പെട്ടത് എങ്ങനെ മരണപ്പെട്ടു. നമ്മൾ അവസാനത്തെ റമളാനാവും നമുക്കറിയില്ല. അതുകൊണ്ട് ജുമായും ജമാഅത്തുകളും അതുപോലെ ലൈലത്തുൽ പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രികളിൽ ഇപ്പോൾ 27, 25 രാവ്, 27 രാവ്, 29 രാവേ ഉള്ളൂ.
ഏത്തിക്കാഫായിട്ട് എന്തിനാണ് പറഞ്ഞത്? ഏത്തിക്കാഫിൻ്റെ ഹദീസുണ്ട്. ഏത്തിക്കാഫും ജമാഅത്ത് നിസ്കാരങ്ങളും ദിക്റുകളും സലാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കുക. ഇതിനുള്ള സമയങ്ങളൊക്കെ വളരെ അമൂല്യമാണ്, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഈ ജുമാനെ പറ്റി പറഞ്ഞ ഹദീസ് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. നമ്മളിങ്ങനെ ഓർത്തു വെക്കുക. നബിതങ്ങൾ പറഞ്ഞത് ഒട്ടകം, പിന്നെ വന്നാൽ പശു, പിന്നെ വന്നാൽ ആട്, പിന്നെ വന്നാൽ കോഴി, പിന്നെ വന്നാൽ കോഴിമുട്ട. ഇത് നമ്മൾ കുറച്ചെങ്കിലും ഇത് മുൻപന്തിയിൽ വരണം. ഇതൊക്കെ നമ്മൾ മുൻഗണന കൊടുക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ഒന്നാമത് ആര് വരണം ഓരോ പേര് എഴുതി, ഏറ്റവും ലാസ്റ്റ് നമ്മളെ പേരുണ്ടാവരുത് കേട്ടോ. ലാസ്റ്റ് ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഖുത്ബ തുടങ്ങിയാൽ പിന്നെ ഒരൊറ്റ മലക്കാരും ഒരു വാതിൽക്കാരും ഉണ്ടാവില്ല, അവർ പിന്നെ അവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ജുമാനെ ഖുത്ബയുടെ ശേഷം വരരുത്, നേരത്തെ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ഖുത്ബയും നസീഹത്തും കൂടെ കേട്ട് പങ്കെടുത്ത് പോവുക. അല്ലാഹു തആല നന്മകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പരിശുദ്ധ റമദാനിൻ്റെ ഹക്ക് കൊണ്ട് വന്നുപോയ ദോഷങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.